ഹായ് ഫ്രണ്ട്സ്, ടൊയോട്ട പോവാം. ഹീറോയ്ക്ക് നന്നായിട്ട് ഉറക്കമായിരുന്നു. ഹീറോയ് ഒരു നോർമൽ ഗേൾ. അത് മുതൽ പി.ടി. സിമ്മർ ഒരു കമ്പനി CEO ആണ്. ഹീറോയ്ക്ക് ഡ്രീം വന്നു. ഡ്രീമിൽ ഓരോ നാളും ഓരോന്ന് പ്രപ്പോസ് ചെയ്യുക, മാരേജ് പ്രപ്പോസ് ചെയ്യുക. ഹീറോയ് ജെല്ല് വെട്ടി ആന്ന് വന്ന് ഐ ലവ് ടു എന്ന് കിസ് അടിക്കാൻ പറഞ്ഞു. ഹീറോയുടെ അമ്മ വീട്ടിലൊക്കെ ഓരോ തന്നെ വെച്ച് അയ്യോ 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 എന്ന് പറഞ്ഞ് ഓടി വന്നു. അയ്യോ തണ്ടിൽ മുങ്ങി എന്ന് പേടിച്ച് ഹീറോ എണിച്ച്. അമ്മയായിരുന്നു, മുറക്കായിരുന്നു. ആ മിയ, എന്താ വർക്ക്? സോറി അമ്മ, ഇന്ന് ഫസ്റ്റ് ഡേ അമ്മ ഓഫീസിൽ പോകുന്നത്. ഇൻ്റർവ്യൂ മോം, ഇൻ്റർവ്യൂ മോം, ഇൻ്റർവ്യൂ മോം, ഇൻ്റർവ്യൂ അല്ല മോം, ജോബ് കിട്ടിയത്. ഞാൻ ഓഫീസിൽ പോകണു. ശരി ശരി മിയ, പോയിക്കോ. എത്ര മണിയായി മോം? മണി ലേറ്റായിട്ടാ. മണി 6 മണിയായി. മോം 6 മണിയായോ? ശരി, കൂടെ പോയിട്ട് ഹീറോ റെഡി ആയിട്ട്. 6:50 അമ്മ, ലേറ്റായി അമ്മ. സോറി അമ്മ, ഞാൻ ഡിന്നർ. ശരി, കഴിച്ചു ഒരു ഫുഡെല്ലാം കഴിച്ച് ഓടിപ്പോയായിരുന്നു. ഡ്രസ്സെല്ലാം മോശമില്ല. പോയിട്ട് എത്തുമോ? 7. അയ്യോ ട്രാഫിക്, എന്താ ചെയ്യപ്പാ. അയ്യോ, ഇങ്ങനെ ഹീറോയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഹീറോയ്ക്കും ടെൻഷനായില്ല. അങ്ങനെ പോയിട്ട് കൂടെ ഓഫീസിൽ പോയിട്ട് എത്തിയായിരുന്നു. അയ്യോ 8 മണിയാവാനായി. 8 മണി ഹീറോയിൽ പോയിട്ട് എത്തുമ്പോൾ 8 മണിയായി. അയ്യോ 8 മണിയായി. സോറി സാർ, ട്രാഫിക്. ഇറ്റ്സ് ഓക്കെ, ഫസ്റ്റ് ടൈം ആണ്, ഇനി ലേറ്റായിട്ട് വരാൻ പാടില്ല എന്ന് അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞായിരുന്നു. ഓക്കെ അങ്ങനെ ഹീറോയിൻ പോയിരുന്നായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് പറയാൻ തുടങ്ങി, എന്താ മച്ചി മിയ, ലേറ്റായോ? അതെ ലേറ്റായത് റോസി എന്നാ ഹീറോയിൻ പറഞ്ഞായിരുന്നു. മിയ, നമ്മളെ കമ്പനിക്ക് CEO വരാൻ പോവാം. 7 പേര് ഹാൻസമായിട്ടുണ്ട് പറഞ്ഞിടും. അമ്മ എല്ലാവരും പറയുന്നു ഗേൾ ഫ്രണ്ട് ഉണ്ടാവൂടി, കാണാൻ ഹാൻസം ഉണ്ട് ബോയ്സ് എന്ന് പറഞ്ഞായിരുന്നു. സിംഗിളായിരുന്നു നമുക്ക് ഓക്കെ കറക്റ്റായിരുന്നു. ഏതൊരു സിയോന് കറക്റ്റായിരുന്നു എന്നാൽ ഹീറോയുടെ ഫ്രണ്ട് പറയായിരുന്നു. റോസി പറയായിരുന്നു. ഹീറോ ചിരിക്കായിരുന്നു. അത് നടക്കോടി എന്ന് പറഞ്ഞ് ഹീറോ ചിരിച്ചായിരുന്നു. നമ്മളെല്ലാം നോർമൽ ഗേൾസ് ആണ്, അവർ റിച്ച് ബോയ്സ്, നമ്മളങ്ങനെ സെറ്റാലോ എന്ന് ഹീറോ ഇപ്പോൾ ചിരിച്ചിട്ട് പറഞ്ഞായിരുന്നു. ഒരുപാട് നല്ലതല്ല കിട്ടത്, എന്ത് ചെയ്യടി അങ്ങനെ ഹീറോയിൻ ഫ്രണ്ടിനെ മിരട്ടിയായിരുന്നു. ഹീറോ അയ്യോ എന്നെ ഫ്രണ്ട് പേടിച്ചു. ഹീറോയിൻ ഫ്രണ്ട് മിരട്ടായിരുന്നു. ഫ്രണ്ട് പേടിച്ചു പോയി. ഹീറോ ചിരിച്ചായിരുന്നു. ശരി ഓക്കെ എന്ന് അങ്ങനെ CEO വരാൻ പോവാന്ന് പറഞ്ഞു ഹീറോയിൻ എണിച്ച് നിന്നായിരുന്നു. 7 പേര് നടന്നു, നല്ല സ്റ്റൈലായിട്ട് നടന്നവരെ കണ്ടായിരുന്നു. ഹീറോയിൻ വീട് നോക്കിയിരുന്നു. എവിടെയോ കണ്ട മാതിരായിരുന്നു. ഫുൾ വീട് നോക്കി. ജിന്നിന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ 7 പേര് ഷോക്കായി. ഹീറോയ്ക്ക് ഇവരാ എന്ന് ഹീറോ ഷോക്കായിരുന്നു. 7 പേരിങ്ങനെ യഥാർത്ഥത്തിൽ ഹീറോയിൻ ഒരു ലുക്ക് വെച്ച് അവിടുന്ന് പോയായിരുന്നു. അവിടുന്ന് പോയായിരുന്നു. ഹീറോയ്ക്ക് കൺഫ്യൂസായിരുന്നു. എന്താ ഇവരെന്തിനാ എന്നെ ഒരു മാസം നോക്കിയിട്ട് പോയ? ഹീറോയ്ക്ക് ഒരു കൺഫ്യൂസായിരുന്നു. 7 പേര് ഹീറോയിൻ നോക്കി ഒരു മാസം നോക്കിയിട്ട് ലുക്ക് മുന്നിൽ അടന്ന് പോയായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും അറിയില്ല ഇതാണ് ഹീറോയിൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്ന്, എന്താ നടക്കാൻ പോകുന്നത് ഹീറോയ്ക്ക് അറിയില്ല. പാവം ഹീറോയിൻ കഷ്ടപ്പെടുമ്പോൾ ഹീറോയിൻ അറിയാതെ പാവം കഷ്ടപ്പെട്ടായിരുന്നു. ഹീറോയിൻ നന്നായി ജോലിച്ചായിരുന്നു. ഹീറോയിനെ നോക്കായിരുന്നു. അതെ, ഹീറോയിൻ ഫസ്റ്റ് വരുമ്പോൾ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ഹീറോയിനെ നോക്കുമ്പോൾ 7 പേർക്ക് ഹീറോയിനെ കണ്ട പിടിച്ചു പോയിരുന്നു. അതുമാത്രമല്ല ഹീറോയ് ഈ ഓഫീസിൽ ഓഫീസിൽ ഹീറോയിനെ കണ്ട് ഓൾറെഡി ഹീറോയിൻ പഠിക്കുമ്പോഴാണ് അവർ ഹീറോയിനെ നോക്കിയായിരുന്നു. ഹീറോയിനെ കണ്ടപ്പോൾ സ്കൂൾ പഠിക്കുമ്പോൾ ഹീറോയിൻ മേലെ അവർക്ക് കണ്ണുണ്ടായിരുന്നു. അതെ, ഒരു ലവ് ക്രഷ്. അതുമാത്രമല്ല ഏത് ബോയ്സ് വന്ന് പ്രപ്പോസ് ചെയ്താൽ അവർ അടിച്ച് ഇങ്ങനെ ഓടിച്ചു പോയിക്കും. അതുമാത്രമല്ല ഹീറോയ്ക്ക് ഏത് ബോയ്സ് വന്ന് പ്രപ്പോസ് ചെയ്താൽ അടിച്ച് കാലിനെ വിളിക്കും. അതുകൊണ്ട് ഹീറോയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. അതുമാത്രമല്ല ഹീറോയിനെ കെയറിങ് ആയിട്ട് നോക്കുമായിരുന്നു അവർ 7 പേര്. അതുമാത്രമല്ല ഹീറോയെ ഇവിടേക്ക് വേണമെന്ന് അവർ വരുത്തിയതായിരുന്നു ഹീറോയിൻ. പിന്നെ അതറിയാതെ പാവ ഹീറോയിൻ അങ്ങനെയായിട്ട് ഓഫീസിൽ ജോലി ചെയ്തായിരുന്നു. 7 പേർ നോക്കി ചിരിക്കായിരുന്നു. ജിൻ പറയാൻ തുടങ്ങി, എല്ലാവരും കേട്ടോ ബോയ്സ്, അതുമാത്രമല്ല നമ്മൾ ഇവളെ വരുത്തിയത് കുറച്ച് നാൾ ഈ ഓഫീസിൽ ജോയിൻ ചെയ്തിട്ട്. അതുമാത്രമല്ല അവർ 7 പേർ എഴുതിയിട്ട് ഹലോ മോം, ഞങ്ങളെ മറുമൊഴി ഇപ്പോൾ ഓഫീസിൽ വന്നിട്ടുണ്ട്. അങ്ങനെയായിട്ട് അവിടെ 7 പേർ അവരുടെ മമ്മീനോട് പറയായിരുന്നു. അത് 7 പേർക്ക് ഒരേ മമ്മിയാണ്. അവർ ശരി ഓക്കെടാ എന്ന് പറഞ്ഞായിരുന്നു. ഹീറോയിൻ്റെ വീട്ടിൽ ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. ഹീറോയ്ക്ക് ഓൾറെഡി എൻഗേജ്മെൻ്റ് ആയിരുന്നു. ഹീറോയ്ക്ക് ഫാൻസി ഉണ്ടെന്ന് അറിയും, മാത്രം ആരാണ് അറിയില്ല ഹീറോയ്ക്ക്. അതുകൊണ്ട് ഹീറോ മമ്മി പറഞ്ഞു നീ അവരെന്നെ മാരേജ് കഴിക്കണം. അത് മാത്രമല്ല അവർക്ക് മമ്മിക്ക് ഒരു മമ്മിക്ക് കഴിയാതെ ഉണ്ടായിരുന്നു. ആ ഹീറോമാരാണ് വെച്ചത് ഡാഡിക്കും അവർക്ക് അസുഖം ഗുണം ചെയ്തായിരുന്നു. ഇല്ല അവർക്ക് ഒരുപാട് കഷ്ടം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഹെൽപ്പ് ചെയ്തായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിനെ
അവർ ചോദിച്ച കൊണ്ട് അവരുടെ മമ്മി സമ്മതിച്ചായിരുന്നു. അവർ നല്ല ചെക്കനാണ്. ഹീറോയിൻ്റെ മമ്മി ഡാഡിയെല്ലാം ചെക്ക് നോക്കുമ്പോൾ അവർ നല്ല ചെക്കനാണ്. ഇതുവരെ ഏത് ഗേൾസിനെ കണ്ടെക്കുന്നുമില്ല. നല്ല ബോയ്സാണ്. എന്നാൽ ഹീറോയിൻ്റെ മമ്മിക്ക് ഡാഡിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇവർ നന്നായിട്ട് നോക്കിക്കോളും എന്ന് പറഞ്ഞ് ഹീറോയിൻ ഡാഡി മമ്മി സമ്മതിച്ചായിരുന്നു. നെക്സ്റ്റ് മാരേജിന് അപ്പം അറിയാമെന്ന് ഹീറോയിൻ അവർ ജോലി ഇവിടെ സൈറ്റ് അടിക്കായിരുന്നു. ഒരു ബോയ് ഉണ്ടായിരുന്നു. അവിടെ സീനിയർ പറഞ്ഞു ഒരു ബോയ് ഹീറോയിനെ നോക്കിയാൽ അവർക്ക് പിടിച്ചായിരുന്നു. ആ സീനിയർ പറഞ്ഞു ഹലോ ഹായ് എൻ്റെ പേര് ജാക്സൺ എന്ന് ഹീറോയിനെ എൻട്രി ചെയ്യുന്നത്. ഹലോ എൻ്റെ പേര് മിയ. ഓ മിയ നിങ്ങൾ കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ക്യൂട്ടായിട്ടാണ്. ഇത് ജിമ്മിനിക്ക് കേട്ടു. ജിമ്മിനിക്ക് ടെൻഷനായി. എന്താ ജിമ്മിന് വെളിയിൽ വന്ന് നോക്കോ ജിമ്മിനിക്ക് ടെൻഷനായി. എന്താ ജാക്സൺ എന്ന് വിളിച്ചു. അയ്യോ സാർ സോറി സാർ. ഇവിടെ എന്താ ചെയ്യുക സാർ? അത് ഡൗട്ട് ഉണ്ടോ ചോദിച്ചാൽ ഡൗട്ടൊന്നുമില്ല. ഇപ്പോൾ ഇവിടുന്ന് ജിമ്മിന് വന്നിടത്ത് എന്താ ഡൗട്ടുണ്ടോ? സാർ എനിക്ക് ഡൗട്ടില്ല സാർ, എനിക്ക് ഒരു ഡൗട്ട് മാത്രമുള്ളൂ സാർ എന്ന് ചോദിച്ചാൽ ഹീറോയിൻ നോക്കുമായിരുന്നു. എന്താ സാർ? ഇവിടെ എനിക്ക് കുറച്ച് ഡൗട്ട് സാർ. ഇവിടെ എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല സാർ. ഇവിടെ ഹീറോയി ചോദിച്ചായിരുന്നു. അങ്ങനെ 7 പേർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡീറ്റെയിൽസ് എനിക്ക് ഈ ഓഫീസിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല സാർ, അതുകൊണ്ട് ഞാനിപ്പോൾ ഡൗട്ടിലുള്ളത് സാർ എന്ന് ഹീറോയി പറയുന്നത്. എങ്ങോട്ട് പോകാമെന്ന് അറിയില്ല സാർ, എനിക്ക് കുറച്ച് ഡൗട്ടിലുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ജിമ്മിന് പറയാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഓഫീസിൽ കുത്ത് വാ എനിക്ക് പറഞ്ഞു തരാമെന്ന്. ഹീറോയി ഷോക്കായിരുന്നു. വാ എന്ന് പറഞ്ഞായിരുന്നു. അകത്ത് പോയായിരുന്നു. ആറും പറയാൻ തുടങ്ങി ഇവൾക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ആറും ഒരു മാപ്പ് കൊടുത്തായിരുന്നു. അതെ ഈ സൈഡ് പോയാൽ ബാത്റൂം, ഈ സൈഡ് പോയാൽ ഇത് ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന പ്ലേസ്. അങ്ങനെ ഹീറോയ്ക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഹീറോയി ഇത് കാണാൻ ഹാൻഡ്സമായിട്ടുണ്ടല്ലോ, ഹോട്ടായിട്ടുണ്ടെന്ന് ഹീറോയി ജെല്ലി വിട്ടായിരുന്നു. ഇത് പിറ്റേ പേര് നോക്കുമായിരുന്നു. ശ്രദ്ധിക്കായിരുന്നു. സ്മക്ക് ചെയ്തായിരുന്നു. നോക്കിക്കോ എന്ന് പറഞ്ഞ് അവർ വേണം ഹീറോയി മേലെ. ഓയ്യോ എനിക്ക് ഭയങ്കര ഹാർട്ടാന്നല്ലോ എന്ന് ഹീറോയി ഒറ്റ അവർ ചിരിക്കുമായിരുന്നു. കുറച്ച് നാൾ എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഗോൾ വന്നായിരുന്നു. അവളൊരു ഗോളും